ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഇത് വർക്ക് സ്പേസ് തന്നെയാണോ? അതോ വീടാണോ എന്നുള്ളത്. തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മുടെ വർക്ക് സ്പേസ് ആണ്. പക്ഷേ നമ്മളിതൊരു വീടിൻ്റെ രീതിയിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് കുറേ ചെടികളും മീനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറകെ കുറച്ച് നേരം നടന്നിട്ട് വേണം നമ്മൾ കേക്കിൻ്റെ വർക്കിലോട്ടൊക്കെ കടക്കാൻ. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് വേഫർ ഷീറ്റ്സ് വെച്ച് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേഫർ ഷീറ്റ്സും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ടൊന്ന് അസംബിൾ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഹോളി കമ്മ്യൂണിയൻ കേക്കായിരുന്നു. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള റെഫറൻസ് തന്നെയായിരുന്നു കസ്റ്റമർ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ഒരു യൂണിക്കോൺ തീം കേക്കാണ്. ഇതിൽ മൊത്തം പ്രിൻ്റാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ കേക്കിൻ്റെ ഭംഗിയുടെ കാര്യത്തിൽ ഒട്ടും കുറവില്ലായിരുന്നു. റേറ്റ് ആണെങ്കിൽ അഫോർഡബിൾ ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെയുള്ള തീം കേക്ക്സ് ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്രിൻ്റുകളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് റേറ്റ് കുറവായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2 ടയർ കേക്ക് ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈ തീമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പേസ്ട്രീസ് 2 സെറ്റ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓരോത്തിലും നോസിൽ വർക്ക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ടയർ കേക്ക് എടുത്ത് വെച്ച് അതിൽ ബർത്ത്ഡേ ടോപ്പറും ബേബിയുടെ പേരും പിന്നെ ബട്ടർഫ്ലൈസും കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ ഇട്ടിട്ട് കേക്കിൻ്റെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ ബട്ടർഫ്ലൈ തീം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇനി എപ്പോഴും നമ്മൾ വീഡിയോയുടെ എൻഡിൽ പറയുന്നത് പോലെ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യണം. എന്നിട്ട് കറക്റ്റായിട്ടും സേഫായിട്ടും ലൊക്കേഷനിൽ ഡെലിവറി ചെയ്യണം. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിഷയം.